ഇന്ന് നമുക്ക് ഒരു കേക്ക് എങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് ഐസിങ് ചെയ്തെടുക്കുന്നതെന്നും പിന്നെ കേക്കിലേക്ക് പേരെഴുതുന്ന ക്രീമിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്നൊക്കെയുള്ള കുറേ സംശയങ്ങൾക്കുള്ള മറുപടിയൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടു നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്നുള്ള കാര്യത്തിന് ഒരു സംശയവുമില്ല. അപ്പോൾ ഞാൻ ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള കേക്ക് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഐസിങ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഇതേപോലെ അടുത്ത് തന്നെ എടുത്ത് വെച്ചേക്കുക. ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് പാലറ്റ് നൈഫ്, സ്ക്രേപ്പർ, പിന്നെ നമ്മൾ ക്രീമിൽ നിന്ന് ഡയറക്റ്റ് ഇട്ട് കൊടുത്തിട്ടല്ല ചെയ്യുന്നത്, ഒരു നോസിലിട്ടിട്ട് ഒരു പൈപ്പിംഗ് ബാഗിനുള്ളിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് ക്രീം. അത് വെച്ചിട്ടാണ് ഐസിങ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലുള്ള ഒരു ഫ്ലവർ നോസിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാകുമ്പോൾ ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ കറക്റ്റായിട്ടുള്ള ക്രീം മാത്രമേ ആ കേക്കിനകത്ത് നിൽക്കുകയുള്ളൂ. കാരണം ഒരു നൈസായിട്ടുള്ള രീതിയിലാണ് ഇതിൽ കൂടി ക്രീം വരുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ താഴേന്ന്, അതായത് ആ ബോർഡ് ടച്ച് ചെയ്ത് വരുന്ന ആ ഭാഗത്തുനിന്ന് തുടങ്ങണം. ആ ബോർഡിലും കൂടി ഒന്ന് ക്രീം ആവുന്ന രീതിയിൽ ഒന്ന് ഫസ്റ്റ് ഒരു റൗണ്ട് കൊടുക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ലൈൻ കൊടുക്കുക. അങ്ങനെ നമുക്ക് കേക്കിൻ്റെ ടോപ്പ് ഭാഗം വരെ എങ്ങനെയൊക്കെയാണോ വരേണ്ടത് അതുവരെ ഒന്ന് ഗ്യാപ്പില്ലാത്ത രീതിയിൽ കൊടുക്കാൻ ശ്രമിക്കണം. ഗ്യാപ്പ് വന്നാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് പിന്നെ അത് പാലറ്റ് നൈഫ് കൊണ്ടൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവിടെ ക്രീം കൊടുക്കാം. വലിയ വിഷയമൊന്നും ഉള്ളതല്ല. എന്നാലും നമ്മൾ പരമാവധി ഗ്യാപ്പില്ലാത്ത രീതിയിൽ ക്രീം കൊടുത്താൽ നന്നായിരിക്കും. പിന്നെ ക്രം കോട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോളണം. നമ്മുടെ കേക്കിൻ്റെ എല്ലാ ലെയറും ചിലപ്പോൾ ഒരേ അളവിലായിരിക്കില്ല. അങ്ങനെ വരുന്ന സമയത്ത് കേക്ക് നമുക്ക് ക്രം കോട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ലെയറെങ്കിലും കുറച്ച് പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന രീതിയിലുണ്ടായിരിക്കും. അതായത് കേക്കിൻ്റെ ഹൈറ്റിനനുസരിച്ച് മുകളിലേക്ക് പൊങ്ങി വരുന്ന ആ സമയത്ത് ചിലപ്പോൾ ടോപ്പിലത്തെ ആ ലെയർ കുറച്ച് വീതി കൂടുതലായിരിക്കും, താഴ്വശത്തെ ലെയറിന് വീതി കുറവുമായിരിക്കും. അത് ചില കേക്ക് ടിന്നിൻ്റെ വ്യത്യാസത്തിലും അങ്ങനെ വരാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കുമാണ് ഞാൻ പറഞ്ഞത് ഒരു ലെയർ ചിലപ്പോൾ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽപ്പുണ്ടാവും. അത് നമ്മൾ ക്രം കോട്ട് ചെയ്യുന്ന സമയത്ത് അത് കട്ട് ചെയ്തിട്ട് കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് വേണം ഇതേപോലെ ഐസിങ് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ, അത്രയും ക്രീം നമ്മൾ ആ ലെയർ കവർ ചെയ്ത് വരുന്ന രീതിയിൽ ഫുള്ളായിട്ട് ക്രീം കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ കുറച്ചെങ്കിലും ആ ലെയർ ഇങ്ങനെ പുറത്തേക്ക് കാണുന്ന രീതിയിൽ നിൽക്കുകയും ചെയ്യും. അപ്പോൾ അത് കട്ട് ചെയ്ത് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ക്രം കോട്ടിങ്ങിൽ തന്നെ ആ ഒരു ഭാഗം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഐസിങ് ചെയ്യാൻ നല്ല എളുപ്പമായിരിക്കും. കേക്കിലേക്ക് ഫുള്ളായിട്ട് ഇതേപോലെ ക്രീം കൊടുത്തതിന് ശേഷം പാലറ്റ് നൈഫ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അത് കേക്കിൽ ടച്ച് ആവാതെ നമ്മളൊന്ന് നൈസിന് ക്രീമിലേക്ക് മാത്രം ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നൈസാക്കിയിട്ട് ഇതേപോലെ ഒന്ന് ആദ്യം ടോപ്പ് ഭാഗം ഫുള്ളായിട്ടൊന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ട് പിന്നെയാണ് നമുക്ക് സൈഡിലേക്ക് വരേണ്ടത്. മുകൾ ഭാഗത്ത് നല്ല രീതിയിലൊന്ന് ക്ലിയർ ആക്കി കൊടുക്കണം. എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവിടെ എല്ലാം ക്രീം ഇട്ട് കൊടുക്കാം. അല്ലാതെ നമുക്ക് ഇരിക്കുന്ന ക്രീമിനെ തന്നെ നീക്കി ആ ഭാഗത്തേക്ക് കൊണ്ടുപോകാതെ എവിടെയാണോ ക്രീം ആവശ്യമുള്ളത് അത് നമുക്ക് വേറെ ക്രീം തന്നെ എടുത്ത് അതിൽ വെച്ച് കൊടുത്ത് തന്നെ ക്ലിയർ ആക്കി എടുക്കണം. എന്നിട്ട് ടോപ്പ് വശം ഒരുവിധം ഒന്ന് ക്ലിയറായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതേപോലെ സൈഡും കൂടി ക്ലിയർ ആക്കി കൊടുക്കാം. അതും ഇതേപോലെ നമുക്ക് ഒരു നീളത്തിൽ ഒരു വശത്തേക്ക് ഫുള്ളായിട്ട് അങ്ങ് പോകാതെ ഒരു വശത്തേക്ക്, പിന്നെ വലതുവശത്തേക്ക്, ഇടതുവശത്തേക്ക്, വലതുവശം, ഇടതുവശം, അങ്ങനെ ഒന്ന് എല്ലായിടും ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തതിന് ശേഷം മാത്രം പിന്നെ നമുക്ക് ടേൺ ടേബിൾ റൗണ്ടിനൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കാം. ആദ്യം രണ്ട് വശത്തേക്കും ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഫുള്ളായിട്ട് കറക്കിയിട്ട് ചെയ്യാവൂ. അവിടെയും ഇതേപോലെ ക്രീം എന്തെങ്കിലും ആകാനുണ്ടെങ്കിൽ വേറെ ക്രീം തന്നെ ഇട്ട് കൊടുക്കണം. അതിൽ നിന്ന് ഉള്ള ക്രീമിനെ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് നീക്കി കൊടുത്ത് അത് ക്ലിയർ ആക്കി എടുക്കരുത്. വേറെ ക്രീം തന്നെ അവിടെ ഇട്ട് കൊടുത്തൊന്ന് ക്ലിയർ ആക്കി എടുക്കണം. അപ്പോൾ ഇതേപോലെയൊക്കെ ഗ്യാപ്പ് ഉണ്ടാവും. ഇപ്പോൾ ബോർഡും കേക്കുമായിട്ടുള്ള ആ ഒരു യോജിക്കാത്ത രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഇതേപോലെ ക്രീം ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ക്ലിയർ ആക്കി എടുത്തിട്ട് പാലറ്റ് നൈഫ് കൊണ്ട് ഇതേപോലെ ഒന്ന് ചരിച്ച് പിടിച്ചതിന് ശേഷം ഒരു റൗണ്ട് ഫുള്ളായിട്ട് ഇങ്ങനെ ചരിച്ച് പിടിക്കരുത്. ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ചരിച്ചിട്ട് ഒന്ന് കേക്കിലൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മാത്രം മതി. അത് ഒരുപാട് പ്രസ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് കേക്കിൽ ടച്ച് ആവും. ഇത് നമുക്ക് ആ ക്രീമിൽ മാത്രം ടച്ച് ആവുന്ന രീതിയിലൊന്ന് ചരിച്ച് പിടിച്ചതിന് ശേഷം ടേൺ ടേബിൾ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളൊന്നും ചെയ്യേണ്ട, കറക്റ്റായിട്ട് അതിങ്ങനെ കറങ്ങുന്ന അനുസരിച്ച് എക്സസ് ആയിട്ടുള്ള ക്രീമിങ് വരികയും ചെയ്യും. ബാക്കിയുള്ള ക്രീമെല്ലാം കറക്റ്റ് അളവിൽ തന്നെ കേക്കുമായിട്ട് അങ്ങ് യോജിച്ച് വന്നോളും. 1-2 പ്രാവശ്യം ഇതേപോലെ ടേൺ ടേബിൾ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമില്ലാത്ത ക്രീമെല്ലാം ഇതേപോലെ മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി വന്ന് നിൽക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ പാലറ്റ് നൈഫ് കൊണ്ട് അത് മാത്രം
ബാക്കി ഒന്നിലും ടച്ച് ചെയ്യാൻ പാടില്ല. അത് മാത്രം ആ നിൽക്കുന്നത് അങ്ങനെ പൊങ്ങി വന്ന് നിൽക്കുന്നത് മാത്രം ഇങ്ങനെ ഇതേപോലെ പാലറ്റ് നൈഫ് കൊണ്ട് ഒന്ന് വടിച്ചിങ്ങനെ എടുത്ത് മാറ്റിയതിന് ശേഷം പിന്നെ വീണ്ടും നമുക്ക് സൈഡൊന്ന് ക്ലിയർ ആക്കി കൊടുക്കണം. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യും, സൈഡ് നല്ല രീതിയിൽ ഒന്ന് നീറ്റാവുകയും ചെയ്യും. ഇതേപോലെ എന്തെങ്കിലും ബാലൻസ് വരുന്നത് കുറച്ചും കൂടി ഒന്ന് ഇപ്പം നിന്നതുപോലെ മുകളിലേക്ക് ഇങ്ങനെ വന്ന് നിൽക്കും. അത് 2-3 പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് സൈഡും ക്ലിയർ ആവും, ടോപ്പ് ഭാഗവും ക്ലിയർ ആവും. ആദ്യം ടോപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും സൈഡിൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും അങ്ങനെ മുകളിൽ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ക്രീമിനെ എടുത്ത് മാറ്റി കൊടുക്കണം. സൈഡിലായാലും മുകളിലായാലും നമ്മൾ അധികം കേക്കിലേക്ക് പ്രസ് ചെയ്യാതെ ആ ക്രീമിൽ മാത്രം ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ടായിരിക്കണം ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഇതേപോലെയൊക്കെ എവിടെയെങ്കിലും ക്രീം ആകാനുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ തെളിഞ്ഞു വരും. അപ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ കുറച്ച് ക്രീമിൻ്റെ ആവശ്യമുണ്ട് എന്ന്. അപ്പോൾ അവിടെ വീണ്ടും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ പിന്നെ ഒരു കാർഡ് വെച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത്. അതാകുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരേ അളവിൽ കിട്ടും. അതായത് കേക്കും കഴിഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് ആ കാർഡ്. അപ്പോൾ അതേപോലെ നിൽക്കുന്നതാകുമ്പോൾ നമുക്ക് എല്ലാ ഭാഗവും ഒരേപോലെ തന്നെ ക്ലിയറായി വരും. കേക്കിൻ്റെ ഹൈറ്റും കഴിഞ്ഞിട്ടാണ് ഈ കാർഡ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാർഡ് ആകുമ്പോഴുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേക്കിൻ്റെ താഴ്വശത്തും ടോപ്പിലും ഒരേ അളവായിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ കേക്കിൻ്റെ മുകൾ വശത്ത് കുറച്ച് ക്രീം കൂടുതലായിരിക്കും, താഴ്വശത്ത് കുറച്ച് ക്രീം കുറവായിരിക്കും. അപ്പോൾ ഒരു ചരിവ് പോലെ ഒരു ഷേപ്പ് വ്യത്യാസം ഉണ്ടാവും. കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കില്ല സൈഡ് വശം വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാർഡാകുമ്പോൾ നമുക്ക് അതായത് കേക്കിൻ്റെ ഹൈറ്റും കഴിഞ്ഞിട്ട് പൊങ്ങി നിൽക്കുന്ന രീതിയിലുള്ള കാർഡാണെങ്കിൽ കറക്റ്റായിട്ട് സൈഡ് വശത്ത് ഒരേ ലെവലിലായിരിക്കും, അതായത് ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലെവലിലായിരിക്കും കേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് അളവ് വ്യത്യാസം വരും. അതായത് ഒരു റൗണ്ട് അല്ല, അതെങ്ങനെ പറയാമെന്ന് പറഞ്ഞാൽ താഴ്വശത്ത് കുറച്ച് ഉള്ളിലേക്കും സൈഡ് വശം ടോപ്പ് ഭാഗം വരുമ്പോൾ കുറച്ച് പുറത്തേക്കും തള്ളി നിൽക്കുന്ന രീതിയിലുള്ളൊരു അളവ് വ്യത്യാസം വരും. ഇത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു അളവിൽ തന്നെ നമുക്കിത് കിട്ടും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ കേക്കിൻ്റെ ഹൈറ്റും കഴിഞ്ഞിട്ടുള്ള ഹൈറ്റിലുള്ള കാർഡ് എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഏകദേശം സൈഡൊന്ന് നീറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി മുകൾ വശത്തും വീണ്ടും അതേപോലെ ഒന്ന് ക്ലിയർ ആക്കി കൊടുത്തിട്ട് വീണ്ടും സൈഡ് വശവും വീണ്ടും ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അപ്പോൾ ലാസ്റ്റ് 2-3 പ്രാവശ്യമൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരല്പം ക്രീം മാത്രമായിരിക്കും ആ എഡ്ജിലൊക്കെ വന്ന് നിൽക്കുന്നത്. അത് മാത്രമേ എടുത്ത് മാറ്റാനുണ്ടാവുള്ളൂ. ഏകദേശം നല്ല രീതിയിൽ തന്നെ ക്ലിയറായി വന്നിട്ടുണ്ട്. ഏകദേശം ഒന്ന് നീറ്റായി കഴിഞ്ഞാൽ പിന്നെ പാലറ്റ് നൈഫ് ഇതേപോലെ ഒന്ന് തുടച്ചതിന് ശേഷം മാത്രം അതിൻ്റെ മുകളിൽ ടച്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ അടയാളങ്ങളൊന്നും കാണില്ല. പിന്നെ നമുക്ക് എന്തെങ്കിലും ഡിസൈൻ ഇതിൻ്റെ മുകളിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതങ്ങനെ ചെയ്ത് കൊടുക്കാം. പക്ഷേ ഈ കേക്കിൽ എനിക്ക് അങ്ങനെ ഒന്നുള്ള ഡിസൈൻ മുകളിൽ കൊടുക്കേണ്ട, പ്ലെയിൻ ആക്കി ഇടേണ്ട ഒരു കേക്കാണ്. അപ്പോൾ അങ്ങനെയുള്ളതായതുകൊണ്ട് ഞാൻ അത്യാവശ്യം ഒന്ന് നീറ്റാക്കി എടുത്തതിന് ശേഷം സൈഡിൽ ഞാൻ ഡിസൈൻ ഒന്നും കൊടുക്കില്ല. മറ്റേത് ഞാൻ സ്ക്രാപ്പർ ലൈൻ ഉള്ളതുണ്ടല്ലോ, അങ്ങനെയുള്ളതൊക്കെ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. ഇതിൽ എനിക്ക് അങ്ങനെ ഒന്നുമുള്ള ഡിസൈൻ ഒന്നും ആവശ്യമില്ല, ഫുള്ളായിട്ട് പ്ലെയിൻ ആയിട്ട് ഇടണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പാലറ്റ് നൈഫ് ഒന്ന് നനച്ചതിന് ശേഷം അത് വെച്ചിട്ടൊന്ന് മുകൾ ഭാഗം നല്ല രീതിയിലൊന്ന് നീറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും ഈ പാലറ്റ് നൈഫിന് അടയാളങ്ങളൊന്നും അതിൻ്റെ ടോപ്പ് വശത്തും സൈഡിലൊന്നും കാണാനുണ്ടാവില്ല, നല്ല നീറ്റായിട്ട് തന്നെ ഇരിപ്പുണ്ടാവും. പെർഫെക്റ്റായിട്ട് ഐസിങ് ചെയ്ത് എടുക്കുന്നതിന് പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ക്രീമിൻ്റെ കൺസിസ്റ്റൻസിയാണ്. അതായത് ഒരുപാട് അങ്ങ് ടൈറ്റായിട്ടുള്ള ക്രീം, നല്ല കട്ടിയായി പോയിട്ടുള്ള ക്രീമാണെങ്കിൽ നമുക്ക് ഐസിങ് ചെയ്തെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അതെങ്ങനെയൊക്കെ നമ്മൾ പാലറ്റ് നൈഫ് കൊണ്ടായാലും സ്ക്രാപ്പർ വെച്ചിട്ടായാലും നീക്കിയാലും ക്രീം നല്ല ബുദ്ധിമുട്ടാണ്. അതൊന്ന് കേക്കുമായിട്ട് യോജിച്ച് ഒന്ന് നീങ്ങി വരാനും എടുക്കാനും ഒക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല ബ്ലേഡ് ഇങ്ങനെ ടൈറ്റായി പോകാൻ പാടില്ല. മാത്രമല്ല നമ്മൾ ബീറ്റർ ഓഫ് ചെയ്തതിന് ശേഷം ആ ബ്ലേഡ് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് അവിടെ ഒരു ഹോൾ ഉണ്ടാവില്ല, അങ്ങനെ ആ ഒരു ഹോൾ വരാൻ പാടില്ല. ആ ഹോൾ വന്നു കഴിഞ്ഞാൽ ക്രീം നല്ല ടൈറ്റായി എന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനെയുള്ള ക്രീം വെച്ചിട്ട് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് എയർ ബബിൾസ് കയറിയിട്ട് ക്രീം ഒരു നല്ല ടൈറ്റായിട്ടുണ്ടായിരിക്കും. ഒരു സ്മൂത്തായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് നമുക്ക് ഈ ഐസിങ് ചെയ്തെടുക്കാൻ ഏറ്റവും നല്ലത്. നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിലുള്ള ക്രീമാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഷാർപ്പ് എഡ്ജ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. 1-2 കേക്കൊക്കെ ചെയ്ത് നമ്മൾ പ്രാക്ടീസ് ആകുമ്പോൾ ഏകദേശം നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ആ ക്രീം നമുക്ക് നമ്മുടെ ആ ഒരു ചെയ്യുന്നതുമായിട്ടൊന്ന് യോജിച്ച് വന്നാൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ക്രീം എങ്ങനെയൊക്കെ നമ്മൾ ഏകദേശം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ഒന്ന് നീക്കാനും എടുക്കാനും നോക്കിയാലും ക്രീം വരില്ല എന്നുള്ള മട്ടിൽ തന്നെ അവിടെ നിൽക്കും. അതേസമയം നല്ല സ്മൂത്തായിട്ടുള്ള ക്രീമാണെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെ ചെയ്യുന്നോ അതനുസരിച്ച് ആ ക്രീമും അങ്ങ് വഴങ്ങിത്തരും. നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഏതൊക്കെ രീതിയിലോട്ട് ക്രീം മാറ്റുന്നുണ്ടോ അതെല്ലാം കറക്റ്റായിട്ട് ആ സ്ക്രേപ്പർ യൂസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടായാലും പാലറ്റ് നൈഫിൻ്റെ ലൈൻസ് ഒന്നും വരാതെ ആയാലും നമുക്കെല്ലാം ക്ലിയറാക്കി തന്നെ എടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ക്രീമിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് ഏകദേശം ക്ലിയറായി വന്നിട്ടുണ്ട്. സൈഡും ടോപ്പും ഒന്ന് നീറ്റാക്കി എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ച് റെഡ് കളർ മിക്സ് ചെയ്തിട്ടുള്ള ക്രീമിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ബാലൻസ് വരുന്ന ക്രീം അപ്പോൾ തന്നെ അടച്ച്
ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കണം. നമ്മൾ പുറത്ത് വെച്ചിട്ട് ഡിസൈനൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ക്രീമിൽ എന്ത് ചെയ്യും, എയർ ബബിൾസ് കയറാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ അടുത്ത കേക്ക് ചെയ്യുന്ന സമയത്ത് അത് നല്ല ബുദ്ധിമുട്ടുണ്ടാക്കും, അത് പണി തരും. അപ്പോൾ അതുകൊണ്ട് ആ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ ക്രീം അവിടെ നിന്നെടുത്ത് മാറ്റി ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കണം. എന്നിട്ട് പിന്നെ എനിക്ക് കുറച്ച് കളർ മിക്സ് ചെയ്തിട്ടുള്ള ക്രീമാണ് ഇതിനാവശ്യം. അപ്പോൾ ബോർഡൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് നീറ്റാക്കി എടുത്തതിന് ശേഷം ഇനി ആ ഡിസൈൻ ചെയ്തെടുക്കാം. ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ പേരെഴുതി കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ഒരു നീളത്തിൽ, അത് സെൻറ്ററിൽ നീളത്തിലാണ് പേരെഴുതി കൊടുക്കുന്നത്. ഒരു സിമ്പിൾ ഡിസൈനാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനത് പാലറ്റ് നൈഫ് കൊണ്ട് ഒന്നും കൂടിയും ജസ്റ്റ് ഒന്ന് നീറ്റായി കൊടുക്കണം. കാരണം ആ ലൈന് എനിക്ക് മാത്രം ഒന്ന് അറിയാൻ വേണ്ടി, അത് ഇന്നതുപോലെ ആ ലൈൻ അവിടെ പോയിട്ടുണ്ടോയെന്ന് എനിക്ക് മാത്രം അറിയത്തക്ക രീതിയിൽ ഒരു ചെറിയൊരു ലൈനാണ്. ബാക്കിയെല്ലാം ഞാൻ അത്യാവശ്യം ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഞാൻ എഴുതി കൊടുക്കുന്നത്. റെഡ് കളർ മിക്സ് ചെയ്തതിന് ശേഷം പൈപ്പ് ബാഗിൻ്റെ അറ്റം ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് എഴുതി കൊടുക്കുന്നത്. ഇനി എഴുതാനെടുക്കുന്ന ക്രീമിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഡിസൈനൊക്കെ ചെയ്യാനെടുക്കുന്ന ആ ഒരു ക്രീമുണ്ടല്ലോ, അത് നമ്മൾ പൈപ്പ് ബാഗിലാക്കിയതിന് ശേഷം അതിനെ ജസ്റ്റ് അതിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അത് വെച്ചിട്ടാണ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താൽ മതി, ഒരുപാട് വലുതായിട്ട് കട്ട് ചെയ്യരുത്. അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും നമ്മൾ എഴുതി കൊടുക്കുന്നത്. അതിന് മുന്നേ നമ്മൾ ക്രീം ഇതേപോലെ അതിനുള്ളിലാക്കിയതിന് ശേഷം നമ്മളെ കൈ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് ഉടച്ചൊന്ന് ലൂസാക്കി കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യാൻ അറിയാമോ, നമ്മുടെ കൈയുടെ ചൂട് തട്ടിയിട്ട് ഒന്നത് ലൂസാവും. ഒരുപാട് അങ്ങ് ലൂസായി പോകാനും പാടില്ല, എന്നാൽ കട്ടിയായി പോകാനും പാടില്ല. നമ്മളിങ്ങനെ എഴുതുന്ന സമയത്ത് അതിങ്ങനെ വിട്ടിട്ട് ഒരു മുറിഞ്ഞു പോകുമല്ലോ, അങ്ങനെ മുറിയാത്ത രീതിയിൽ നമ്മൾ പൈപ്പ് ചെയ്ത് വരുന്ന സമയത്ത് അങ്ങനെ മുറിഞ്ഞ് വീഴാത്ത രീതിയിലുള്ളൊരു കൺസിസ്റ്റൻസി ആയിരിക്കണം. ഞാനിപ്പോൾ ഇങ്ങനെ പൈപ്പ് ചെയ്ത് കാണിക്കുന്നില്ലേ, അപ്പോൾ ഇങ്ങനെ ഞാൻ നിർത്തിയാൽ മാത്രമേ അതവിടെ നിൽക്കാവൂ, ആ ഒരു രീതിയിലായിരിക്കണം. അല്ലാതെ നമ്മളിങ്ങനെ എഴുതി കൊടുക്കുന്ന സമയത്ത് ഇടയ്ക്ക് വെച്ച് അതങ്ങനെ മുറിഞ്ഞു പോകാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു രീതിയിലായിരിക്കണം കേക്ക് ക്രീമിൻ്റെ കൺസിസ്റ്റൻസി. നമ്മൾ എഴുതി തുടങ്ങി നമ്മളെവിടെ നിർത്തി പൈപ്പ് ചെയ്ത് നിർത്തുന്നോ അവിടെ എത്തുമ്പോൾ ക്രീം നിൽക്കണം, ആ ഒരു രീതിയിലായിരിക്കണം. അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കാതെ തന്നെ ക്രീം ചില ഭാഗങ്ങളിൽ വരുമ്പോൾ ഒന്ന് മുറിഞ്ഞു പോകുമല്ലോ, അങ്ങനെ വരാൻ പാടില്ല. നമ്മൾ പൈപ്പ് ചെയ്യുന്നത് കറക്റ്റ് രീതിയിൽ വരണം, നമ്മൾ നിർത്തുമ്പോൾ ക്രീം അവിടെ നിൽക്കണം, അങ്ങനെ ആയിരിക്കണം. എന്നിട്ട് ഇതേപോലെ സാവധാനത്തിൽ എഴുതി കൊടുക്കണം. പിന്നെ എഴുതുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമ്മൾ ഇപ്പോൾ ലൈൻ ചെയ്ത് കൊടുത്തല്ലോ, അവിടെ ഫുള്ളായിട്ട് നമ്മൾ എഴുതുന്ന വേർഡ്സ് എല്ലാം നിർത്താൻ പറ്റുമോ, അതേ അടുത്ത ലൈൻ കൂടി വേണോ, നമ്മൾ എവിടെയൊക്കെ ഏതൊക്കെ വേർഡ്സ് എങ്ങനെയൊക്കെ വരണം എന്നൊക്കെ ഒരു ഏകദേശം നമ്മുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ടായിരിക്കണം. എന്നിട്ട് വേണം എഴുതി തുടങ്ങാൻ. ഇല്ലെങ്കിൽ നമ്മൾ എഴുതി പകുതി ആകുമ്പോഴത്തേക്കും അതെവിടെയും കൊണ്ട് എത്തി നിർത്തിക്കാൻ പറ്റാത്ത രീതിയിലായി പോകരുത്. പിന്നെ നമ്മൾ വീണ്ടും അതെല്ലാം എടുത്ത് മാറ്റിയിട്ട് വീണ്ടും ക്ലിയറാക്കി കേക്ക് ഒന്നും കൂടി ടോപ്പെല്ലാം നീറ്റാക്കി കൊടുത്തതിന് ശേഷം വീണ്ടും എഴുതേണ്ടി വരും. അതുകൊണ്ട് അതെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് നമ്മളൊരു മനസ്സിലൊരു കണക്കുകൂട്ടലൊക്കെ നടത്തിയതിന് ശേഷം വേണം എഴുതി തുടങ്ങാൻ. ഞാൻ എപ്പോൾ കേക്ക് ചെയ്താലും എഴുതുന്നതിന് മുന്നേ ഞാനൊന്ന് അന്തരീക്ഷത്തിൽ എഴുതുന്ന പോലെ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാറുണ്ട്. എവിടെയൊക്കെയാണ് ഏതൊക്കെ വേർഡ്സ് എങ്ങനെയൊക്കെ വരണമെന്നൊക്കെ ഒരു ഐഡിയ ഒന്ന് മനസ്സിൽ കണക്കാക്കിയതിന് ശേഷമാണ് എഴുതി കൊടുക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ചൊക്കെ എഴുതി തുടങ്ങുമ്പം തന്നെ പൈപ്പ് ബാഗിൻ്റെ അറ്റത്ത് ആ ക്രീം വന്നിരുന്നിട്ട് പിന്നെ കറക്റ്റായിട്ടുള്ള രീതിയിലായിരിക്കില്ല ക്രീം വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് തുടച്ചതിന് ശേഷം വീണ്ടും എഴുതി കൊടുക്കണം. എഴുതുമ്പോൾ സാവധാനത്തിൽ എഴുതിയാൽ മതി, സ്പീഡിലൊന്നും എഴുതി കൊളമാക്കാത്ത രീതിയിൽ പതിയെ എഴുതുമ്പോൾ നമുക്ക് ആ ക്രീമും കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. നമ്മൾ വരയ്ക്കുന്ന പോലെ തന്നെ ഓരോ അക്ഷരങ്ങളും ആ രീതിക്ക് തന്നെ വരും. എഴുതി കഴിഞ്ഞതിന് ശേഷം പിന്നെ അതേ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് തന്നെയാണ് ഒരു ഡിസൈനും കൂടി കൊടുക്കുന്നുണ്ട്. വൈറ്റും റെഡും വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് കുറച്ചൊരു ഹാർട്ട് ചെയ്തെടുത്തിട്ട് വൈറ്റ് ക്രീം വെച്ചിട്ടും ഇതേപോലെ കുറച്ച് ഹാർട്ടും കൊടുക്കുന്നുണ്ട്. പിന്നെ ആ റെഡ് വെച്ചിട്ട് ജസ്റ്റ് ഒരു ഡോട്ടും കൂടി ഇടവിട്ട് 1-2 ഭാഗങ്ങളിലായിട്ട് ആ ഒരു ഡോട്ടും കൂടി കൊടുത്തിട്ട് കേക്ക് ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പേരൊക്കെ എഴുതിയിട്ട് ഓവർനൈറ്റൊക്കെ ഫ്രിഡ്ജിൽ വയ്ക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് അത് സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട്. പിന്നെ ഉള്ളൊരു കാര്യം, കളർ അധികം മിക്സ് ചെയ്തിരുന്നാലും ക്രീമിലേക്ക് ഒരുപാട് കളർ നമ്മൾ മിക്സ് ചെയ്തിട്ട് പേരെഴുതി കൊടുക്കൂലേ, അങ്ങനെ വരുമ്പോഴും അത് സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അത്രയും നമ്മൾ കേക്ക് തണുപ്പിക്കാൻ വെക്കുന്നുണ്ടെങ്കിൽ അതിന് ശേഷം അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് പേരെഴുതി കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതേപോലെ കളറും കുറച്ച് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെ 2 കാര്യങ്ങൾ വരുമ്പോഴാണ് കൂടുതൽ എനിക്ക് തോന്നുന്നു സ്പ്രെഡായി വരുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന ക്രീം ഫിയോനയാണ്.
എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അത് വെച്ചിട്ട് ചെയ്യാനാണ്. ഞാൻ കേക്ക് ചെയ്ത് തുടങ്ങിയ സമയം മുതൽ ആ ക്രീം വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ കിട്ടാതെ വരികയാണെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും കമ്പനിയുടെ ക്രീമൊക്കെ വാങ്ങി ചെയ്യാറുണ്ട്. എന്നാലും എനിക്ക് ഇപ്പോഴും മനസ്സിന് തൃപ്തിയായിട്ട് ഞാൻ ചെയ്യുന്നത് ഈ ക്രീം യൂസ് ചെയ്യുന്ന സമയത്താണ്. തുടക്കക്കാർക്ക് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ നല്ലത് ഈ ക്രീം യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഐസിങ് ചെയ്തെടുക്കാനൊക്കെ നല്ലൊരു എളുപ്പത്തിന് നമ്മുടെ ആ ഒരു ക്രീമിൻ്റെയൊക്കെ പരുവം കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത് ഈ ക്രീം ബീറ്റാക്കി എടുക്കുന്ന സമയത്താണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരമായെന്ന് തോന്നിയാൽ അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോ ഫാമിലിയിലോ ആർക്കെങ്കിലും ഇതേപോലെ ഹോം വർക്കേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിലോ അവർക്ക് ഇതേപോലുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതേപോലുള്ള നല്ലൊരു വീഡിയോസായിട്ട് ഇനി അടുത്ത് വരാം. പ്രീവിയസ് വീഡിയോസ് എല്ലാം കയറി ഒന്ന് കണ്ടു നോക്കണം. നിങ്ങൾക്ക് ഉപകാരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അതിൽ നിന്ന് കിട്ടാതിരിക്കില്ല.